ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി വിജയിച്ച ആദ്യ പെൺഭരണാധികാരി ആരാണെന്നറിയാമോ? പോട്ടെ, ഇന്ത്യയിലെ ആദ്യത്തെ പെൺ ചാവേർ ആരാണെന്നറിയാമോ? ഇപ്പൊ പലരുടെയും മനസ്സിൽ മിന്നി മാഞ്ഞിട്ടുണ്ടാവുക ഝാൻസി റാണിയോ റസിയ സുൽത്താനയോ അറക്കൽ ബീവിയും ഒക്കെ ആവും. എങ്കിൽ ഇവരൊന്നുമല്ല. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ആത്മാർപ്പണം ചെയ്ത ഇന്ത്യൻ വനിതകൾ ധാരാളമാണ്. പറഞ്ഞു തുടങ്ങിയാൽ നിര ഇങ്ങനെ നീണ്ടുപോകും. പക്ഷേ ഇവരുടെയൊക്കെ അതേ വീറും വാശിയുമോടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ തമിഴ്നാട്ടുകാരായ രണ്ട് വീരമംഗകളുണ്ട്. ഝാൻസി റാണിക്കും 85 വർഷം മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച വനിതയും അവരുടെ സൈന്യാധിപയും. അതെ, റാണി വേലു നാച്ചിയാരും അവരുടെ സൈന്യാധിപ കുയിലിയും. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന 1857 വിപ്ലവത്തിനും 77 വർഷം മുമ്പ് 1780 അവർ യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നത്. വീരമംഗൈ എന്നറിയപ്പെടുന്ന അവർ തന്റെ ദലിത് കമാൻഡർ ഇൻ ചീഫ് കുയിലിയോടൊപ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചാവേർ ബോംബിങ്ങും ആ യുദ്ധത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി. 18-ാം നൂറ്റാണ്ടിൽ തമിഴകത്ത് ഇംഗ്ലീഷുകാർക്കും അവരുടെ തദ്ദേശീയ കൂട്ടാളികൾക്കുമെതിരെ പോരാടിയ ഈ ധീരാംഗനകളുടെ കഥകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം: ഇന്ത്യൻ ചരിത്രത്തിലെ നിങ്ങളെ ഏറെ സ്വാധീനിച്ച സ്ത്രീ ആരാണ്? ആരായാലും കമന്റ് ചെയ്യൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഝാൻസി റാണിക്കും 85 വർഷം മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച റാണി വേലു നാച്ചിയാർ, ഇന്ത്യയുടെ ജോൻ ഓഫ് ആർക്ക് എന്ന് ഇവരെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. മധുരയ്ക്കടുത്ത് ശിവഗംഗയിലെ രാജ്ഞിയായിരുന്നു വേലു നാച്ചിയാർ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യത്തെ ഇന്ത്യൻ റാണി. രാജ ചെല്ലമുത്തു വിജയ രഘുനാഥ സേതുപതിയുടെയും റാണി സഗന്തി മുത്തലിന്റെയും ഏകമകളായി 1730 ജനിച്ചു. മാതാപിതാക്കൾ ഒരു ആൺകുട്ടിയെ പോലെ അവളെ വളർത്തിയെടുത്തു. കുതിരസവാരി, അമ്പെയ്ത്ത്, ആയോധന കലകളായ വലാരി, സിലമ്പാട്ടം എന്നിവയിൽ പരിശീലനം നേടി. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു എന്നിവയുൾപ്പെടെ നിരവധി ഭാഷകളിൽ അവൾക്ക് നല്ല പ്രാവീണ്യവും ഉണ്ടായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ വേലു നാച്ചിയർ ശിവഗംഗയിലെ രാജകുമാരനായ മുത്തവാഡു ഗനന്തൂർ ഉദയ തേവറിനെ വിവാഹം കഴിച്ചു. അവർക്ക് വെല്ലച്ചി എന്നൊരു മകളുമുണ്ടായി. തേവർ ശിവഗംഗ കൈയടക്കാൻ വന്ന ബ്രിട്ടീഷ് പടയ്ക്കും അവരുടെ സഖ്യകക്ഷിയായ ആർക്കോട്ട് നവാബിനുമെതിരെ ധീരമായി പൊരുതി. പക്ഷേ ഏറെക്കാലം പ്രതിരോധിച്ചെങ്കിലും ഒടുക്കം രാജാവ് കൊല്ലപ്പെടുകയായിരുന്നു. റാണി നാച്ചിയർ കൈക്കുഞ്ഞായ മകൾ വെള്ളച്ചിയുമായി ദിണ്ടിഗലിലെ വിരുപാക്ഷി ഗ്രാമത്തിലേക്ക് അതോടെ സാഹസികമായി രക്ഷപ്പെട്ടു. പക്ഷേ അതൊരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല. തന്റെ രാജ്യം തിരിച്ചു പിടിക്കാനായി പടക്കിറങ്ങാനായിരുന്നു റാണിയുടെ തീരുമാനം. ദിണ്ടിഗലിലെ വിരുപാച്ചിയിൽ സുരക്ഷിത താവളം കണ്ടെത്തിയ അവർ 8 വർഷം ഗോപാല നായ്ക്കറിൽ നിന്നും രഹസ്യമായി കാടിനുള്ളിലെ വന്യജീവി സങ്കേതത്തിൽ രഹസ്യമായി ഒളിച്ചു താമസിച്ചു. ദിണ്ടിഗലിലെ താമസത്തിനിടയിൽ വേലു നാച്ചിയാർ അന്നത്തെ മൈസൂർ ഭരണാധികാരി ഹൈദർ അലിയെ കണ്ടുമുട്ടി. അവളുടെ ധൈര്യവും സ്ഥിരോത്സാഹവും അദ്ദേഹത്തെ വളരെയധികം ആകർഷിക്കുകയും ചെയ്തു. ഇത് ഗോപാല നായ്ക്കറിൽ നിന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിലും വേലു നാച്ചിയാറിന് ഉറച്ച പിന്തുണ നൽകാമെന്ന് ഹൈദർ അലി ഉറപ്പു നൽകുന്നു. നാച്ചിയാറിനെ ഒരു രാജ്ഞിയെ പോലെ ബഹുമാനിച്ച ഹൈദർ ദിണ്ടിഗൽ കോട്ടയിൽ താമസിക്കാൻ അവരെ ക്ഷണിക്കുകയും ചെയ്തു. 5000 കാലാൾപ്പടയും കുതിരപ്പടയും 400 പൗണ്ടും വീതം പ്രതിമാസ സാമ്പത്തിക സഹായവും ഹൈദർ അലി നാച്ചിയാർക്ക് നൽകി. ഹൈദർ നൽകിയ ആയുധങ്ങളും സമ്പത്തും വേലു നാച്ചിയാറിനെ ബ്രിട്ടീഷുകാരെ തുരത്താൻ ശക്തമായ സൈന്യത്തെ സംഘടിപ്പിക്കാൻ സഹായിച്ചു. 1780 ബ്രിട്ടീഷുകാരെ നാച്ചിയാർ ധീരമായി രൂപപ്പെടുത്തിയ അട്ടിമറികളിലൂടെ അവരെ പരാജയപ്പെടുത്തി. എന്നിട്ടും അവരെ വെറുതെ വിടാൻ ഒരുക്കമല്ലാതിരുന്ന റാണി വീണ്ടും വെള്ളക്കാർക്കെതിരെയുള്ള കരുക്കൾ നീക്കി. ബ്രിട്ടീഷുകാർ അവരുടെ വെടിമരുന്ന് എവിടെ സൂക്ഷിച്ചുവെന്ന് നാച്ചിയാരുടെ ചാരന്മാർ കണ്ടെത്തി. അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് അവർ തന്റെ വളർത്തു മകളായ ദലിത് കമാൻഡർ ഇൻ ചീഫ് കുയിലിയോടൊപ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചാവേർ ബോംബിംഗ് ആവിഷ്കരിച്ചത്. ശിവഗംഗ കോട്ടയിലെ രാജരാജേശ്വരി അമ്മൻ ക്ഷേത്രത്തിലെ രഹസ്യ അറകളിലായിരുന്നു ബ്രിട്ടീഷുകാർ കരിമരുന്നും മറ്റ് ആയുധങ്ങളും പടക്കോപ്പുകളും സൂക്ഷിച്ചിരുന്നത്. സൈനികരുടെ കനത്ത കാവൽ ഈ കോട്ടയ്ക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. കോട്ടയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുമില്ല. എന്നാൽ വർഷത്തിലൊരിക്കൽ വിജയദശമി ദിനത്തിൽ സ്ത്രീകൾക്ക് മാത്രം ഈ കോട്ടയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. അന്നവിടെ അരങ്ങേറിയത് ചരിത്രത്തിലെ സമാനതകളില്ലാത്തൊരു ത്യാഗമായിരുന്നു. ആരും അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആക്രമണത്തിന് കുയിലി തയ്യാറായി. അവളുടെ ഉത്തരവ് പ്രകാരം വിളക്കിലൊഴിക്കാൻ കൊണ്ടുവന്ന എണ്ണയും നെയ്യും പെൺ പോരാളികൾ കുയിലിയുടെ ദേഹമാസകലം ഒഴിച്ചു. നെയ്യിൽ നനഞ്ഞ കുയിലി വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന ആയുധപ്പുരയിലേക്ക് പാഞ്ഞു കയറി സ്വയം തീ കൊളുത്തി. നിമിഷങ്ങൾ കൊണ്ട് അവിടെയൊരു ഉഗ്ര സ്ഫോടനം സംഭവിച്ചു. ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര ചുട്ട് ചാമ്പലായി. അതിൽ കുയിലി എന്ന പോരാളിയും വെന്തുമരിച്ചു. ലോക ചരിത്രത്തിലെ തന്നെ ആദ്യ ചാവേർ ആക്രമണമായിരുന്നു അതെന്ന് നിരവധി ചരിത്രരേഖകർ പറയുന്നു.
കുയിലിയുടെ ആക്രമണത്തിന് പിന്നാലെ റാണി വേലു നാച്ചിയാരും സൈന്യവും കോട്ടയിലേക്ക് ഇരച്ചുകയറി നിഷ്പ്രയാസം കോട്ട പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നേറ്റ ആദ്യ പ്രഹാരങ്ങളിലൊന്നായിരുന്നു അത്. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച പെൺപോരാട്ടം ബ്രിട്ടീഷുകാരുടെ അധികാര സോപാനങ്ങളെ പിടിച്ചുലച്ചു. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി പോരാടിയ ശിവഗംഗയിലെ റാണി വേലു നാച്ചിയാർ ഒരു മഹാസൈന്യത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. ഈ സൈന്യത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉടയാൾപ്പട എന്ന മരണഭയം പോലുമില്ലാത്ത പെൺ പോരാളികളായിരുന്നു. ഈ പടയുടെ സൈന്യാധിപതിയായിരുന്നു കുയിലി. വീരദളപതി, വീരത്തായ് എന്ന പേരുകളിലാണ് കുയിലി ശിവഗംഗയിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അവൾക്കവിടെ വലിയ ഇടം കണ്ടെത്താൻ ആയിട്ടുമില്ല. ചാവേറാകുവാൻ പലരും വിസമ്മതിച്ചപ്പോൾ കമാൻഡർ ഇൻ ചീഫ് കുയിലി ആ ആത്മഹത്യാ ദൗത്യം സ്വയം ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധയായി മുന്നോട്ട് വന്നു. വേലു നാച്ചിയാറിന്റെ ദത്തുപുത്രിയായ കുയിലി ഇങ്ങനെയാണ് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ചാവേർ ബോംബറായി മാറിയത്. കുയിലിയുടെ യഥാർത്ഥ പേര് ഉദയാൽ എന്നായിരുന്നു. പിന്നീട് കുയിലിയുടെ സ്മരണയ്ക്കായി നച്ചിയാർ ഒരു വനിതാ സൈന്യത്തെ നിർമ്മിക്കുകയും ഉദയാൽ എന്ന പേരിടുകയും ചെയ്തു. വെടിമരുന്ന് ശേഖരവും ആയുധങ്ങളും നഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാർ നച്ചിയാർക്ക് മുമ്പിൽ മുട്ടുമടക്കുകയും ചെയ്തു. ബ്രിട്ടനെതിരായ വിജയത്തിന് ശേഷം വേലു നാച്ചിയാർ ഒരു ദശാബ്ദക്കാലം ശിവഗംഗ രാജ്യം ഭരിച്ചു. അവൾ മകൾ വെള്ളച്ചിയെ സിംഹാസനത്തിന്റെ അവകാശിയുമാക്കി. കലയ്യാർ കോയിൽ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട മരുദു സഹോദരന്മാർക്ക് രാജ്യത്ത് ഭരണപരമായ സ്ഥാനങ്ങളും നൽകി. ഹൈദരലിയുടെ പരിധിയില്ലാത്തതും സമയോചിതമായ സഹായത്തിന് നന്ദി അറിയിക്കുവാനായി വേലു നാച്ചിയാർ സരഗാനിയിൽ ഒരു പള്ളിയും പണിതു. ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താനുമായി അവർ കൂടുതൽ സൗഹൃദബന്ധവും പുലർത്തി. ഒരു സഹോദരനെ പോലെ ടിപ്പു സുൽത്താനെ സ്നേഹിച്ചു. 66-ാം വയസ്സിൽ ധീരവനിത റാണി വേലു നാച്ചിയാർ 1796-ൽ തന്റെ പ്രിയപ്പെട്ട രാജ്യമായ ശിവഗംഗയിൽ വെച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം അന്തരിക്കുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ ചരിത്രം എന്നത് ചില പേരുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ കുയിലിയും റാണി വേലു നാച്ചിയാറും ഒക്കെ പകരം വെക്കാനാവാത്ത സംഭാവനകൾ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ച പെൺപുലികളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിക്കുമല്ലോ.